മഹാഭാരതത്തിലെ മിക്ക വ്യക്തികളുടെയും ജനനത്തിനു പിന്നിൽ ഒരു പൂർവ്വജന്മ കഥയുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നുവല്ലോ. അത്തരത്തിലുള്ള ഒരു പ്രധാന വ്യക്തിയുടെ ജനനത്തിനാസ്പദമായ പൂർവ്വജന്മ കഥയായാലോ ഇന്ന്. പ്രജാപതി ദക്ഷന്റെ പൗത്രന്മാരാണ് അഷ്ടവസുക്കൾ എന്നറിയപ്പെടുന്ന ദേവതകൾ. ധരൻ, ധ്രുവൻ, സോമൻ, അഹസ്, അനിലൻ, അനലൻ, പ്രത്യുഷൻ, പ്രഭാസൻ എന്നിങ്ങനെയാണ് അവരുടെ നാമങ്ങൾ. ഒരു നാൾ ഈ അഷ്ടവസുക്കൾ വനാന്തരങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മഹാതപസ്വിയായ വസിഷ്ഠമുനിയുടെ ആശ്രമം കാണാനിടയായി. ആശ്രമത്തിൽ മഹർഷിയോടൊപ്പം നന്ദിനി എന്നൊരു പശുവും ഉണ്ടായിരുന്നു. നാം ചോദിക്കുന്നത് എന്തും തന്നെ നൽകുന്ന കാമധേനുവിന്റെ പുത്രിയാണ് നന്ദിനി. നന്ദിനിയെ കണ്ടപ്പോൾ അഷ്ടവസുക്കളിൽ ഇളയവനായ പ്രഭാസന്റെ പത്നിക്ക് ഒരു മോഹമുണ്ടായി. എങ്ങനെയെങ്കിലും അതിനെ തനിക്ക് പിടിച്ചു തരണമെന്ന് അവൾ ഭർത്താവിനോട് പറഞ്ഞു. തന്റെ പത്നിയുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കാൻ തന്നെ പ്രഭാസൻ തീരുമാനിച്ചു. മറ്റു വസുക്കളുടെയും കൂടി സഹായത്തോടെ മഹർഷി ആശ്രമത്തിലില്ലാത്ത നേരം നോക്കി അവർ നന്ദിനിയെ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ അതീവ ജ്ഞാനിയായ വസിഷ്ഠ മഹർഷി ആശ്രമത്തിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. കോപിഷ്ഠനായ അദ്ദേഹം വസുക്കളെല്ലാവരെയും ശപിച്ചു. ഈ ഹീനമായ കാര്യം ചെയ്ത നിങ്ങൾ എല്ലാവരും തന്നെ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുവാൻ ഇടവരട്ടെ. ശാപവൃത്താന്തം അറിഞ്ഞ വസുക്കൾ ആശ്രമത്തിലേക്ക് ഓടി വന്ന് മഹർഷിയോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു. ദേവതകളായ തങ്ങൾ ഒരിക്കലും മനുഷ്യരായി ജനിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹത്തോട് കരഞ്ഞു പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എന്റെ വാക്ക് ഒരിക്കലും നിഷ്ഫലമാകില്ല. നിങ്ങൾ എല്ലാവരും മനുഷ്യരായി ജനിച്ചേ പറ്റൂ. എങ്കിലും മനുഷ്യദേഹത്തിൽ അധിക നാൾ നിൽക്കേണ്ടതില്ല. ജനിച്ചയുടൻ തന്നെ മരണപ്പെടുകയാണെങ്കിലും ശാപമോക്ഷം ലഭിക്കുന്നതാണ്. എന്നാൽ പ്രഭാസനു മാത്രം ഈ ശാപമോക്ഷം ബാധകമല്ല. അവൻ മാത്രം മർത്യലോകത്തിൽ വളരെ കാലം വസിക്കേണ്ടതായി വരും. തന്റെ ഭാര്യയുടെ വാക്കിനാൽ ഈ പ്രവൃത്തിക്ക് മുതിർന്നതുകൊണ്ട് തന്നെ ആ ജന്മത്തിലുടനീളം അവൻ സ്ത്രീ സംബന്ധമില്ലാതെ നിത്യബ്രഹ്മചാരിയായി കഴിയേണ്ടി വരും. ഒരിക്കൽ പോലും അവന് മനസമാധാനം ഉണ്ടായിരിക്കുകയില്ല. കാലം കഴിഞ്ഞപ്പോൾ വസിഷ്ഠ ശാപത്താൽ അവർ 8 പേരും മനുഷ്യരായി ജന്മമെടുത്തു. ജനിച്ചയുടൻ തന്നെ മരിച്ചു പോകാനുള്ള ഉപായം ജന്മമെടുക്കുന്നതിന് മുന്നേ തന്നെ 7 പേരും കണ്ടുപിടിച്ചിരുന്നു. അവർക്ക് ശാപമോക്ഷവും കിട്ടി. പ്രഭാസൻ മാത്രം ബ്രഹ്മചാരിയായി ഏറെക്കാലം ജീവിച്ചു, മഹാഭാരത യുദ്ധം വരെ. മഹർഷിയുടെ ശാപമെന്നോണം ആ ജന്മത്തിലുടനീളം ഒരിക്കൽ പോലും അദ്ദേഹത്തിന് മനസമാധാനം കിട്ടിയിരുന്നില്ല. തന്റെ മരണസമയത്ത് പോലും